അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ് റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലവിജ്തമഊ ലഹു വയസ്ലുഹുമു ദുബാബു ലാ യസ്തൻഖിദൂഹു മിൻഹു ളഅഫത് താലിബു വൽ മത്ലൂബ്. സദഖല്ലാഹു മൗലാനൽ അദീം. വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ്. ഖാല മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യനായ അധ്യക്ഷൻ അവറുകളെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദരണീയനും ബഹുമാന്യനും മഹാനുമായ അബൂ തൽഹ അബ്ദുറഹ്മാൻ ഉസ്താദ് അവറുകളെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, സദസ്സിൽ പങ്കെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, സഹോദരങ്ങളെ, ഈ ജാമിയയുടെ മഹത്തായ ഈ സനദ്ദാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സൗഭാഗ്യം നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തിലുള്ള അവർണ്ണനീയമായ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു. ഭൂമിയിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചു. സമുദ്രത്തെ സൃഷ്ടിച്ചു, മലകളെ സൃഷ്ടിച്ചു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സൃഷ്ടികളെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? അള്ളാഹു തന്നെ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. ഖുദ്സിയായ ഹദീസാണ്. കുന്തു കൻസൻ മഖ്ഫിയ ഫഅറദ്തു അൻ ഉദ്ഹർ ഫഖലഖ്തുൽ ഖലായിക്. അള്ളാഹു പറഞ്ഞു, ഞാൻ മറയ്ക്കപ്പെട്ട ഒരു നിധിയായിരുന്നു, എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഫഖലഖ്തുൽ ഖലായിക, സൃഷ്ടികളെ ഞാൻ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്ത് നമ്മളൊന്നുമില്ലാതിരുന്നു. അള്ളാഹു മാത്രമാണ്. അള്ളാഹു ഖദീമാണ്, പണ്ടേ ഉള്ളവനാണ്. അള്ളാഹു മാത്രമായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് അറിയണം എന്ന് അള്ളാഹു വിചാരിച്ചപ്പോൾ മനുഷ്യരെല്ലാം സൃഷ്ടിച്ചു. ഈ ലോകത്ത് ധാരാളം സൃഷ്ടിജാലങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെ മനസ്സിലാക്കി അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. കാരണം എന്താ? ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചു, ഈ വസ്തുക്കളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള സംവിധാനങ്ങളും ഒരുക്കി മനുഷ്യരായ നമുക്ക് ഇതിൻ്റെ പ്രയോജനം കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും അള്ളാഹു തആല ചെയ്തു തന്നു. എന്നിട്ട് നമ്മളിൽ നിന്ന് അള്ളാഹു തആല ആവശ്യപ്പെടുന്ന എന്താ? അള്ളാഹുവിനെ അറിയുകയും, അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത എന്താണ്? അള്ളാഹുവിൻ്റെ എന്താണോ തൃപ്തിയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഒരാളെക്കുറിച്ച്, ഒരു വലിയ കഴിവുള്ള, വലിയ സ്ഥാനമുള്ള, പദവിയുള്ള, വളരെ അംഗീകാരമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ ആദരിക്കും, അംഗീകരിക്കും. എന്നാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നമുക്ക് വേണ്ടതെല്ലാം നൽകിയ, ഈ ആകാശത്തെയും ഭൂമിയെയും നമുക്ക് അനുകൂലമാക്കി തീർത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കൽ തീർച്ചയായും മനുഷ്യരായ സൃഷ്ടികളായ നമ്മളുടെ കടമയാണ്. ഒരു മഹാൻ പറഞ്ഞു, ഫബാ അജബൻ കൈഫ യുഅ്സൽ ഇലാഹു അം കൈഫ യജ്ഹദുൽ ജാഹിദു വലില്ലാഹി ഫീ കുല്ലി തഹ്രീകത്തിൻ വതസ്കീനത്തിൻ അബദൻ ഷാഹിദു വലില്ലാഹി ഫീ കുല്ലി ഷൈഇൻ ആയത്തു തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ സദസ്സിലുള്ളവരെല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും ആലിമീങ്ങളാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. എന്താണ് പറഞ്ഞതിൻ്റെ ചുരുക്കം? എന്ത് ആശ്ചര്യമാണ്! കൈഫ യുഅ്സൽ ഇലാഹു, ഇലാഹായ, ആരാധ്യനായ, സൃഷ്ടാവായ
അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കപ്പെടാൻ സാധിക്കുമോ? അതെങ്ങനെ ശരിയാവും? അം കൈഫ യജ്ഹദുൽ ജാഹിദു, അല്ലെങ്കിൽ നിഷേധിക്കുന്നവർക്ക് അള്ളാഹുവിനെ നിഷേധിക്കാൻ എങ്ങനെ സാധിക്കും? കാരണം നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ സൃഷ്ടിജാലങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാണ്. വലില്ലാഹി ഫീ കുല്ലി തഹരീകത്തിൻ വ തസ്കീനത്തിൻ അബദൻ ഷാഹിദു. അള്ളാഹു ഈ ലോകത്ത് രണ്ട് തരത്തിലാണ് വസ്തുക്കളുള്ളത്. ഒന്നുകിൽ ചലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിശ്ചലമായിരിക്കും. നിശ്ചലമായിരിക്കുന്ന വസ്തുവിനെക്കുറിച്ച് ചിന്തിച്ചാലും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെക്കുറിച്ച് ചിന്തിച്ചാലും അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അള്ളാഹു ഉണ്ട് എന്ന്, അള്ളാഹു സൃഷ്ടാവാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ബുദ്ധിയുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് എന്നൊരു മഹാൻ പറയുകയാണ്. വലില്ലാഹി ഫീ കുല്ലി ഷൈഇൻ ആയത്തു. മാത്രമല്ല എല്ലാ ഓരോ വസ്തുക്കളിലും, ഈ ദുനിയാവിൽ കാണുന്ന ഓരോ വസ്തുക്കളിലും അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന് ദൃഷ്ടാന്തം ഉണ്ട് എന്ന് മാത്രമല്ല, തദുല്ലു, ആ ദൃഷ്ടാന്തം കൃത്യമായി അറിയിക്കുന്നുണ്ട് അലാ അന്നഹു വാഹിദു, അള്ളാഹു ഏകനാണ്, സർവശക്തനാണ്. സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ആരോടും ആർക്കും ഒരു പങ്കില്ല. ഇബാദത്ത് ചെയ്യപ്പെടുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ, അള്ളാഹു മാത്രമാണ് പരിപാലകൻ, അള്ളാഹു മാത്രമാണ് സംരക്ഷകൻ എന്നുള്ള യാഥാർത്ഥ്യം തീർച്ചയായും ഈ ലോകത്തുള്ള വസ്തുക്കളെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ഈ ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ് ലഫസദത, ഈ ആകാശവും ഭൂമിയും തകർന്ന് തരിപ്പണമാകുമായിരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അക്കീദയുടെ വിഷയത്തിൽ അക്കീദയെ സംബന്ധിച്ച് വിവരിക്കുന്ന പണ്ഡിതന്മാർ വളരെ വിശദമായി ബുദ്ധിപരമായ നിലയിലുള്ള തെളിവുകൾ നിരത്തിയിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അള്ളാഹു ഏകനാണെന്നുള്ളതിൻ്റെ തെളിവ് ഈ ആയത്തിലൂടെ വിശദമായ നിലയിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത് ലി അജലി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ഈ ലോകത്ത് കാണുന്ന ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ലി അജലി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. നബി തങ്ങളുടെ ജീവിതം ലി അജലി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിലും ഹന്തക്കിലും ബദറിലുമെല്ലാം പോരാട്ടം നടത്തിയത് ലി അജലി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാബ ഹംസ റളിയല്ലാഹു അൻഹു അവர்கள் ഉഹദിന്റെ രണാങ്കണത്തിൽ വധിക്കപ്പെട്ടത് ലി അജലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ ഈ ലോകത്ത് എത്രയോ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളികളെല്ലാം സ്ഥാപിക്കപ്പെട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലി ഇലാഹി കലിമത്തില്ലാ ലി അജ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിൻ്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കപ്പെട്ട് ദീനിൻ്റെ അറിവിനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലി അജ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരയൽവാസി, ഒരു മുഅ്മിനായ അയൽവാസി തൻ്റെ സഹോദരനോട് സ്നേഹം കാണിക്കുന്ന കടപ്പാടിനെ പൂർത്തിയാക്കുന്നതും ലി അജ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറയും. ഈ ലോകത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിയുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ തൗഹീദിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവർ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയാണ്. ഈ ലോകത്തിൻ്റെ അന്ത്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലായി തീരും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഭൂമിയിൽ ഇല്ലാതാകുമ്പോൾ ഈ ലോകത്തെ അല്ലാഹു തആല അവസാനിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാല അലാ വജ്ഹിൽ അർദി അല്ലാഹ് എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ലാതാകുമ്പോൾ ഒരാൾ പോലും ഈ ഭൂമുഖത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഏർപ്പാടുകളും അല്ലാഹു തആല അവസാനിപ്പിച്ച് കളയും, നശിപ്പിച്ച് കളയും. ഈ ആകാശം കാണുകയില്ല, ഈ ഭൂമി കാണുകയില്ല, സൂര്യൻ കാണുകയില്ല, ചന്ദ്രൻ കാണുകയില്ല. ഈ ലോകത്തുള്ള എത്രയോ വിലപിടിപ്പുള്ള അമൂല്യങ്ങളായ വസ്തുക്കളുണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, രത്നങ്ങളുണ്ട്. ഇതിനെല്ലാത്തിലെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് കളയും. എന്നാൽ ഒരു മൂമിനെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മൂമിനെങ്കിലും ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നിടത്തോളം കാലം ഈ വസ്തുക്കളെല്ലാം അല്ലാഹു തആല നിലനിർത്തും. അല്ലാഹു തആല എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കുമുള്ളത്, പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കുള്ളത്. ഇവിടുന്ന് ഫാരിഗാകുന്ന പണ്ഡിതന്മാർ, അതേപോലെ ഇതേപോലെ സ്ഥാപനങ്ങളിൽ നിന്നും ആരെല്ലാം ഇൽമിനെ പഠിച്ച് അറിവ് പഠിച്ച് പോകുന്നോ അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഈ കലിമത്ത് തൗഹീദിൻ്റെ ഏലാഹിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 8 മിനിറ്റിൽ നിർത്തണമെന്നാണ് മുഹ്തമി സാഹിബ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞാൽ നമ്മൾ വിശ്വാസിയായിത്തീരും. അതിൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായ മുഅ്മിനായിത്തീരും. കർത്തവ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറഞ്ഞാൽ കർത്തവ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? ലോകത്ത് മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. ഖൂലു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണം. ലോക ജനങ്ങളുടെ മുമ്പിൽ പോയി പറയണം. ഇതറിയാത്ത എത്രയോ ആളുകളുടെ ലോകത്തുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച് അറിയാത്ത എത്രയോ ജനങ്ങൾ വഴിതെറ്റി ജീവിക്കുന്നു. അവരെയൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ലോകത്തിന് അനുഗ്രഹമായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ അനുയായികളാകുന്ന നമ്മളെല്ലാവരും ലോകത്തിന് അനുഗ്രഹമായി തീരണം. എങ്ങനെ അനുഗ്രഹമായി തീരണം? നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ അതിൽ നിന്നും നാം പിന്തിരിപ്പിച്ച് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിന് അനുഗ്രഹമായി തീരുന്നത്. നേരത്തെ ഉസ്താദ് അവരോട് പറഞ്ഞു, നമ്മളെല്ലാം ഈ പയാബ ഇൻസാനിയത്ത് മാനവിക സന്ദേശത്തെ സംബന്ധിച്ചൊക്കെ പ്രചരണം നടത്തുന്നവരാണ്. ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് സമ്പത്ത് കൊണ്ട് സഹായിക്കണം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം, ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുത്തുന്ന ചികിത്സാ സഹായം ചെയ്യണം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇതെല്ലാം ദീനിൽ അംഗീകാരമുള്ള മഹത്വമുള്ള കാര്യമാണ്. ഇതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഇതിനെല്ലാം മഹത്വമുണ്ട്, ഇതിനെല്ലാം ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനമെന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് ഹിദായത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. ഞാൻ ഒറ്റ വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞങ്ങളൊരു സന്ദർഭത്തിൽ വടക്കേ ഇന്ത്യയിൽ ജമാഅത്തിൽ പോയി. മീററ്റിലാണ്, അറബി ജമാഅത്തായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജുബൈർ ഉസ്താദും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഉച്ചയ്ക്ക് റമദാൻ മാസത്തിലായതുകൊണ്ട് അസറിന് മുമ്പാണ് ഗസ്തിൻ്റെ അമൽ നടക്കുന്നത്. അതുകൊണ്ട് ദുഹർ നമസ്കാരത്തിന് ശേഷം താറൂഫി ബയാനുണ്ടാവും. അതിനുശേഷം കുറച്ച് സമയം താലീം കഴിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി അനുവാദം നൽകും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മഷൂറെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഗസ്റ്റിന് വേണ്ടി പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹം വിളിക്കുന്നതിന് അരമണിക്കൂറോ 3/4 മണിക്കൂർ മുമ്പ് എല്ലാവരെയും വിളിക്കുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്, നല്ല ചൂടാണ്, നോമ്പാണ്, ക്ഷീണത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തപ്പെട്ട ഒരു വാക്ക് പറഞ്ഞു, അന്തും തനാമൂൻ വന്നാസ് യമൂത്തൂന ബി ഗൈരി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ശബ്ദം കേട്ടപ്പോൾ, ചെവിയിലേക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് എത്ര ക്ഷീണം ഉണ്ടായിട്ടും എണീക്കാൻ നമുക്ക് ആഗ്രഹവും ആവേശമുണ്ടായി. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ അറിയാതെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നമ്മൾ അറിയാതെ ഉറക്കത്തിൽ നിന്ന് ക്ഷീണമെല്ലാം മാറ്റി എണീറ്റു. എത്രയോ ആളുകൾ ഈ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് പറയാതെ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, ഈ ലോകത്തെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്നു. അവരെ ഈ കലിമത്തു തൗഹീദിലേക്ക് കൊണ്ടുവരണം. ഇത് പറഞ്ഞ ആളുകൾ തന്നെ ഇതിൻ്റെ കടമകൾ പൂർത്തിയാക്കാതെ ലോകത്ത് വഴിമാറി നടക്കുന്നു. അവരെല്ലാം ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഇന്ന് പഠനം പൂർത്തിയാക്കിയ പണ്ഡിതന്മാർക്കും അതുപോലെ നമുക്കെല്ലാവർക്കും ബാധ്യതയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ നബിതങ്ങളുടെ അനുയായികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ ഒരു പരിശ്രമം നമ്മൾ ചെയ്യണം. ബഹുമാനപ്പെട്ട ഇന്നാമുൽ ഹസൻ അസ്രി അവർക്ക് പോയിട്ട് കുറച്ച് ആളുകൾ ചോദിച്ചു, ദഅവത്തിൻ്റെ പരിശ്രമത്തിനാണ് മഹത്വം, തദ്രീസ് താലീം ഇതിനാണ് മഹത്വം എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു, വെള്ളത്തിനാണോ ഭക്ഷണത്തിനാണോ മഹത്വം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളവും ഭക്ഷണവും ആവശ്യമായതുപോലെ ഈ ദീൻ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യമാണ് ദീനിൻ്റെ വിജ്ഞാനം പഠിപ്പിക്കപ്പെടുകയും അതേപോലെ ദീനിൻ്റെ പരിശ്രമത്തിൽ ദീനിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുകയും ചെയ്യാനുള്ള ഈ പരിശ്രമം നടന്നുകൊണ്ടിരുന്നെങ്കിലേ ദീൻ നിലനിൽക്കുകയുള്ളൂ. അല്ലാഹു തആല ഈ സ്ഥാപനത്തെ ആ നിലയ്ക്ക് ഈ ലോകത്തിന് മാതൃകയായ ഒരു സ്ഥാപനമായി, ലോകത്തിന് ഗുണം ചെയ്യുന്ന ഹിദായത്തിൻ്റെ വെളിച്ചം വരുന്ന ഒരു സ്ഥാപനമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷുക്കൂർ ഉസ്താദിനെ കുറിച്ച് അബ്ദുറഹ്മാൻ ഉസ്താദ് അവർ പറഞ്ഞു, വളരെയധികം ത്യാഗം ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. ഇവിടുന്ന് പഠിക്കുന്ന ആളുകളെല്ലാവരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഷുക്കൂർ ഉസ്താദിനെ പോലെ ആകണം എന്നെനിക്ക് പറയാൻ പറ്റും. കാരണം നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച്. കൊല്ലത്ത് മനാർ ഇസ്ലാമിൽ കമാലുദ്ദീൻ ഹാജി അതിൻ്റെ മുത്തവല്ലി പലപ്പോഴും വിദ്യാർത്ഥികളോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളുടെ ഒരു കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങൾ ഓരോരുത്തരും ഒരു മൂസാ മൗലാനയാകണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുകയുണ്ടായി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും നമുക്ക് നൽകിയിരിക്കുന്ന ദീൻ ഈമാൻ എത്ര വലുതാണെന്ന് മനസ്സിലാക്കുകയും ആ ഈമാനിൽ നിന്നും അകന്ന ആളുകളെ
ഈമാനിലേക്ക് ക്ഷണിക്കുകയും കൊണ്ടുവരികയും ചെയ്തിട്ട് പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ ഈമാനെ നിലനിർത്തും. നമുക്ക് അവസാന സമയത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രവും പരിശുദ്ധവും പരിപാവനവുമായ ഈമാനിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകാനുള്ള ഭാഗ്യം ലഭിക്കും. അല്ലാഹു തആല നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവരെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന നിസ്വാർത്ഥരായ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.